അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കലാമിത്രങ്ങളെ, അസ്സലാമു അലൈക്കും. ഒരു ബൃഹത്തായ ചരിത്രം ഹ്രസ്വമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഈ കൊച്ചു കലാകാരന്മാർ ഉദ്ദേശിക്കുന്നത്. തെറ്റുകുറ്റങ്ങളും പറ്റാത്ത പ്രയോഗങ്ങളും അദ്ദേഹം ക്ഷമിക്കുമല്ലോ. ആ ധീരനും ഭയം, അതാണ് ഈ കഥയുടെ പേര്. ആരാണ് വരുന്നത്? നട്ടുച്ച നേരത്തെ ചുട്ടുപൊള്ളുന്ന മണൽപ്പകത്തിലൂടെ തീപ്പൊരി പറക്കുന്ന കുതിരപ്പുറത്ത് ആരാണ് ആ പറവറന്ന് വന്നുകൊണ്ടിരിക്കുന്നത്? ഓഹോ, അത് മറ്റാരുമല്ല, സാക്ഷാൽ ഹത്താബിന്റെ പുത്രൻ ഉമറാണ് വരുന്നത്. ഘോര ഘോര പടക്കുലത്തിലേക്കെന്ന പോലെ ഹെഡ്കോവ് മൂരി പിടിച്ച് പറക്കുകയാണല്ലോ ഉമർ. എങ്ങോട്ടാണ് ഉമറേ? എങ്ങോട്ടാണ് ഉമറേ കുതിച്ചോട്ടം? നഈം അബ്ദുള്ള ഉമറിനെ തടഞ്ഞു നിർത്തി രണ്ടും കൽപ്പിച്ചൊരു ചോദ്യം. എടാ നഈം, എന്നെ വിടൂ, ഞാൻ ആ മുഹമ്മദിന്റെ തലയെടുത്തിട്ട് ഓടി വരാം. കുലദൈവങ്ങളെ പയച്ച ഖുറൈശികളെ ചേരി തിരിച്ച ആ പ്രവാചകവാദിയെ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല, വിടൂ. ഞാനിതാ നിൽക്കുമറേ, രണ്ട് വാക്കുകൾ പറയാനുണ്ട്. കുടുംബമതിന്നെവിടെ ഈ മതത്തെ പുൽകിടവേ, ഈ കഥ നേരാണിവിടെ കേമത്തരമിത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ, കേമത്തരമിത് നിർത്തുമറേ, കൺമണി പെങ്ങളെ നോക്കുമറേ, അമിതാനന്ദം നിർത്തുമറേ, അഖിലം ഓർത്ത് മടങ്ങുമറേ, നീ മടങ്ങുക പൊന്നുമറേ, നിൻ കുടുംബം അതിനെവിടെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ ഫാത്തിമയോ? അവളും ഭർത്താവും മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്നോ? ഉമർ ദേഷ്യം കൊണ്ട് വിറക്കുകയാണ്. അങ്ങോട്ടേക്കാവട്ടെ, ഈ യാത്ര രണ്ടിനെയും അടിച്ച് ചതക്കണം. ഈർഷ്യത കൊണ്ട് അടിമുടി കുലുങ്ങുന്ന ഉമറത പെങ്ങൾ ഫാത്തിമാന്റെ വാതിൽ പഠിക്കണം. തുറക്കടി വാതിൽ, തുറക്കാനാ പറഞ്ഞത്. അതാ ഉമറിന്റെ ഗംഭീര സ്വരം കേട്ടപ്പോൾ ആ വീട്ടിലുണ്ടായവർക്ക് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഹബ്ബാബ് എന്ന സുഹാബി മറുഭാഗത്തെ ഓടി ഒളിച്ചു. വിറയാർന്ന കൈകളിൽ ഫാത്തിമ ഖുർആനിന്റെ ഖുറാസ് മറച്ചു വെച്ചുകൊണ്ട് വാതിൽ തുറന്നു. ഇടിമുഴക്കം കണക്കെ ഉമർ ചോദിക്കുകയാണ്, മാ ഹാദിൽ ഹൈനമാ, മാ ഹാദിൽ ഹൈനമാ. എന്താണടി ഞാനാ കേട്ട അജ്ഞാത മുഴക്കം? എന്താണത്? ഒന്നുമില്ലെന്നോ? എനിക്കറിയാം, നിങ്ങൾ രണ്ടും ആ മുഹമ്മദിന്റെ പുത്തൻ പ്രസ്ഥാനത്തിൽ കടന്നുകൂടിയിട്ടുണ്ടെന്ന്. ഉമർ തന്റെ അളിയൻ സോയിദിന്റെ മാർത്തി പിടിച്ചൊരു വീക്ക് കൊടുക്കുമ്പോൾ ഉടനെ പ്രഹരമെന്നവൾക്കെത്തിയേ, ഉമരെല്ലവൾ കരം വിരുദ്ധരായേ, ചോദിയവൾക്ക് ഇതാണെന്നാലോ, ചൊവ്വേ പറയാമോ ഇതെന്ത് ഹാലോ, വദനം ചൂട് ചോര നിറഞ്ഞ ഹാലേ, വമ്പേ തകർന്നു മർ തളർന്നതാലേ, ഓടിയത പെങ്ങൾ അടുക്കലായേ, അടിയും കോതങ്ങ് കയർകയായേ. ഭർത്താവിനിട്ട് വീക്കുന്നത് കണ്ട് ഫാത്തിമ ഓടിച്ചെന്ന് തടഞ്ഞു വെക്കുകയായിരുന്നു. അതാ പെങ്ങളുടെ പൂവൽ വദനത്തിൽ ഉമറിന്റെ പ്രഹരം. പുന്നാര പെങ്ങളുടെ ചുടുചോരയിൽ കുതിർന്നു കൊണ്ടതാ പറയുകയാ, അതേ ഉമർ, നിങ്ങൾ ഇന്ന് സത്യപ്രസ്ഥാനത്തിലാണ്. ഈ മതമാണ് സത്യമെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? ചോരയിൽ കുതിർന്ന് ആ പെങ്ങളെ കണ്ട് ഉമർ അല്പനേരം തളർന്നു പോയി. ആ ഏടൊന്നുതാ ഫാത്തിമ, ഞാനൊന്ന് പാരായണം ചെയ്യട്ടെ. ഉമറെ, നിനക്ക് ശുദ്ധിയില്ല. ശുദ്ധിയില്ലാത്തവരല്ലാതെ അതിനെ സ്പർശിച്ചുകൂടാ. അതാ ശുദ്ധി പ്രാപിച്ചു വന്ന ഉമർ എന്ന് തുടങ്ങുന്ന ഭാഗം പാരായണം ചെയ്തപ്പോൾ അപ്പോൾ ഉമറിന്റെ രണ്ട് നയനങ്ങളും നിറഞ്ഞൊഴുകുകയാണ്. എവിടെയാണ് ഫാത്തിമ? അള്ളാഹുവിന്റെ റസൂൽ, എനിക്കൊന്ന് കാണണം അങ്ങേ. ആ മഹാമജ്ലിസിലേക്ക് അതാ ഉമർ ഓടിക്കിതച്ചെത്തിയപ്പോൾ സഫാത്തമലകരിക
വെയിലത്ത വീട്ടിൽ റസൂലൊരു സഹാബത്തമേരിക്കുമ്പോൾ ഉമറടുത്തേ സഫിയുടെ അമ്മോരത്തെ വാരിട്ടവൻ ഗുണമല്ലേ അവനുടെ വളർ നമ്മൾ വാദിക്കും തന്നെ അവരുടെ വളർ നമ്മൾ വാദിക്കും തന്നെ സഫാത്തമാനം തന്നിൽ പ്രകാശവും നിറവായേ സ്വരം കേട്ട് ജനമെല്ലാം സൂറൂരിൽ പാർത്തേ സുഹൃത്തങ്ങൾക്ക് ഇനി മുതൽ സുഹൃത്തായെന്നൂരാ ചെയ്ത് സുബ്ഹാന്റെ വിളി കേട്ട് മാനം തോടിച്ചേ സുബ്ഹാന്റെ വിളി കേട്ട് മാനം തോടിച്ചേ. അതാ സഫാ മലയുടെ ചാരത്തുള്ള വീട്ടിലതാ അല്ലാഹുവിന്റെ റസൂൽ മഹാനരായ സിദ്ദീഖുൽ അക്ബറും ഹംസത്തുൽ ഖറാറും അലിയും അടങ്ങുന്ന ഏതാനും സ്വഹാബാക്കളും കൂടെയുണ്ട്. തന്റെ ഖഡ്ഗവും പിടിച്ച് ഓടിച്ചെല്ലുന്ന ഉമറിനെ വാതിലിന്റെ വിടവിലൂടെ കണ്ട സ്വഹാബാക്കൾ നബി തങ്ങളെ വിവരം അറിയിച്ചു. അപ്പോൾ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉമർ കയറി വരട്ടെ, അതിനാണെങ്കിൽ അവന് നല്ലത്, അല്ല എങ്കിൽ അവന്റെ വാളുകൊണ്ട് തന്നെ അവന്റെ കഥ കഴിക്കും ഞാൻ. തീർച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തുറന്നു കൊടുക്കുവാതിൽ. അപ്പോൾ 1000 കുറ്റബോധത്തോടെ വിങ്ങി വിതുമ്പുന്ന ചുണ്ടുകളോടെ ഉമറക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അങ്ങനെ ആ ധീരനും വയങ്ങി. പ്രിയരെ, ഈ കഥാപ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, അള്ളാഹു ഒരാളെ ഹിദായത്താക്കാൻ ഉദ്ദേശിച്ചാൽ അതിനു വഴി അവൻ എളുപ്പമാക്കി കൊടുക്കും. അള്ളാഹു നമ്മുടെ എല്ലാം ജീവിതം അവന് പൊരുത്തപ്പെട്ട രീതിയിൽ ആക്കുമാറാകട്ടെ. ആമീൻ. ഞങ്ങളുടെ ഈ കഥാപ്രസംഗം ഇവിടെ പരിസമാപ്തി കുറിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.